നമസ്കാരം. എന്റെ കഴിഞ്ഞ മെസ്സേജിൽ നമ്മുടെ വീട്ടിലുള്ളവരോട്, നമ്മുടെ കൂടെ താമസിക്കുന്നവരോട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, അവർ പോലും അറിയാതെ അവരെ എങ്ങനെ പോസിറ്റീവ് ആക്കി എടുക്കാം എന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് വെച്ച് ചിലർ എന്നോട് സംശയങ്ങൾ ചോദിച്ചത്, ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് അവർ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും, മറുവശത്ത് അവരുടെ മിക്കവരുടെയും പാർട്ട്ണർ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പൂർണ്ണമായി ഒരു ആത്മീയ ലെവലിലേക്ക് ഉയർന്നു വരാത്ത വ്യക്തിയൊക്കെയാണ്. അപ്പം എങ്ങനെയൊക്കെ നമ്മൾ ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞതുപോലെയൊക്കെ നമ്മൾ തന്നെ പോസിറ്റീവായി പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത് അവരെ കൂടെ ഉൾപ്പെടുത്തി എന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെന്നുള്ളവർ ആ തൊട്ട് മുമ്പത്തെ മെസ്സേജ് ഒന്ന് കേട്ടു നോക്കണം. അപ്പൊ അങ്ങനെ ചെയ്തിട്ടും അവർക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം ഈ പറയുന്ന വ്യക്തികൾ അല്ലെ എന്റെ മെസ്സേജുകൾ കേൾക്കുന്ന വ്യക്തികൾക്ക് ആത്മീയമായി പല കാര്യങ്ങളും മനസ്സിലാകുന്നു, അവരതനുസരിച്ച് പ്രവർത്തിക്കുന്നു. പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടും ഈ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരുന്നില്ല എന്ന് പലർ എന്നെ വിളിച്ച് പറയുന്നു. ഇതിന്റെ പിന്നിൽ ഒരു പ്രധാന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെ ഈ ആദ്യകാലം മുതലേ ഉള്ള മെസ്സേജിലൂടെ നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആകാം. കാരണം നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും കഷ്ടങ്ങൾക്കെല്ലാം കാരണം നമ്മളിലുള്ള നെഗറ്റിവിറ്റി ആണെന്നും, നമ്മൾ പ്രകൃതിയുടെ വ്യവസ്ഥ അനുസരിച്ച്, ഒരു മനുഷ്യന്റെ പ്രകൃതിയിൽ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് പോയാൽ മാത്രമേ നമ്മൾ പോസിറ്റീവ് ആകുള്ളൂ. ഇത് ഈ വ്യവസ്ഥകളെല്ലാം ഈ കാലത്ത് തെറ്റിക്കിടക്കുകയാണ്. ഇപ്പൊ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ ഈ വ്യവസ്ഥകളൊക്കെയാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വ്യവസ്ഥകളിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആകുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കിയാലേ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പലതും ശരിയും തെറ്റും തിരിച്ചറിഞ്ഞുകൂടാ. അപ്പോൾ ആ തിരിച്ചറിവ് കിട്ടിയതിന് ശേഷം നമ്മൾ അത് മനസ്സിലാക്കി അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് ആകുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആയാലേ നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ കഴിയുള്ളൂ. അതാണ് അടുത്ത ഒരു പ്രധാന പോയിന്റ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ വീട്ടിലുള്ളവരോട്, കൂടെ താമസിക്കുന്നവരിൽ അങ്ങനെ ഒരു മാറ്റം, റിസൾട്ട് വരുന്നില്ല. അതിനർത്ഥം നിങ്ങളിലുള്ള പോസിറ്റിവിറ്റി കൂടി വന്നിട്ടില്ല. ഈ പോസിറ്റീവ് കൂടുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, നമ്മുടെ ഉള്ളിലെ ഒരു ദൈവ ചൈതന്യമുണ്ട്, അല്ലെങ്കിൽ ഓറ എന്നൊക്കെ പറയാം. അത് നമ്മളിൽ നിന്ന് വികസിച്ച് നല്ല പവർഫുൾ ആവും. ഈ പവർഫുൾ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, നമ്മളടുത്ത് ആര് കൂടുതലായിട്ട് ഇടപെടുന്നു, അവരിലൊക്കെ ഈ ചൈതന്യത്തിന്റെ അല്ലെങ്കിൽ ഈ പവർ, ഈ ഓറയുടെ ശക്തി അവരെ സ്വാധീനിക്കും. ഇതാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന സംഭവം. അപ്പൊ അങ്ങനെ സ്വാധീനിക്കുമ്പോൾ അവർ പോലും അറിയാതെ അവരിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അത് എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, അവരിലുള്ള നെഗറ്റീവ് ശക്തികൾക്ക് ഈ പോസിറ്റീവ് ഓറയിൽ പ്രവർത്തിക്കാൻ കഴിയാതെയാവും. അങ്ങനെയാണ് അവർക്ക് മാറ്റം വരുന്നത്. ഇപ്പൊ ഒരു ഭാര്യ ആത്മീയമായി നന്നായി വന്നാൽ, അല്ലെങ്കിൽ പോസിറ്റീവായി വന്നാൽ, ആ ഭാര്യയുമായി സമ്പർക്കം പുലർത്തുന്ന ഭർത്താവിനും മക്കൾക്കും അല്ലെ വീട്ടിലെ ബാക്കി അംഗങ്ങൾക്കും അവരിലുള്ള നെഗറ്റിവിറ്റി താനെ മാറും എന്ന് പറയുന്നത്, ഈ പോസിറ്റീവ് ഓറയിൽ നെഗറ്റീവ് ഓറയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതവിടെ തന്നെ കുറഞ്ഞു വരും, അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തനരഹിതമായി മാറും. ഇങ്ങനെയാണ് മാറ്റം വരുന്നത്. അപ്പൊ ഈ ഓറ നമ്മളിലുള്ളത് വികസിച്ച് വരണമെങ്കിൽ, ആ പോസിറ്റീവ് ഓറ വികസിച്ച് വരണമെങ്കിൽ, നമ്മൾ അത്രയും പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മുടെ മനസ്സും പ്രവൃത്തിയും മാറുമ്പോഴാണ് ഇത് വരുന്നത്. പക്ഷെ പലരും അത് കേൾക്കുന്നുണ്ട്, എന്റെ മെസ്സേജുകൾ മനസ്സിലാക്കുന്നുണ്ട്, അതനുസരിച്ച് പ്രവൃത്തിയിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷെ ഈ ഓറ അല്ലെങ്കിൽ ആ പോസിറ്റിവിറ്റി ഉദ്ദേശിക്കുന്ന ലെവലിൽ വളർന്നു വരുന്നില്ല. അതിന്റെ കാരണം നമ്മൾ പോലും അറിയാതെ നമ്മളെ മനസ്സിനെ ബ്ലാങ്ക് ആക്കി വെച്ചും കൊണ്ട്, അല്ലെങ്കിൽ മറവി വെച്ചും കൊണ്ട് ഏതൊക്കെയോ മേഖലയിലൂടെ നെഗറ്റിവിറ്റി കൂടുതലായി കയറിക്കൊണ്ടേ ഇരിപ്പുണ്ട് എന്ന് സത്യം തിരിച്ചറിയണം. നമ്മൾ പ്രധാനമായി കാണുന്ന ചില മേഖലകളുണ്ട്. ഇപ്പം ആരാധനാ കേന്ദ്രങ്ങൾ നെഗറ്റീവാണ്, അങ്ങോട്ട് പോകുന്നില്ല, അസൂയ ഉണ്ടാക്കുന്നില്ല, വഴക്കുകൾ കൂടുന്നില്ല, പിന്നെ ആഹാരത്തിലൂടെ നെഗറ്റിവിറ്റി മാക്സിമം കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലൂടെ നമ്മൾ നെഗറ്റീവ് വരാതെ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പോലും അറിയാതെ ഒരുപാട് മേഖലകളിൽ നെഗറ്റീവുകൾ കയറി വരുന്നത്, നെഗറ്റീവ് എനർജി കൂടി വരുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയണം. അപ്പൊ അങ്ങനെ വരുന്ന ചില നെഗറ്റീവ് മേഖലകളാണ് അടുത്ത ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ നെഗറ്റീവ് ശക്തികൾ, ഇപ്പൊ നമ്മളെ ജന്മനാൽ നമ്മളിൽ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പൊ നമ്മളിലുള്ള നെഗറ്റീവ് ശക്തികൾ നമ്മളെ ഒരു പരുവത്തിന് മുകളിലോട്ട് പോസിറ്റീവ് ആകാൻ സമ്മതിക്കുകയില്ല. ഇപ്പൊ ഓരോ വ്യക്തികളിലും ഓരോ രീതിയിലായിരിക്കും അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ ഒരാളിലുള്ള കുഴപ്പമായിരിക്കില്ല മറ്റാളിലുള്ളത്. ഇപ്പൊ ഒരാൾ ആഹാരത്തോട് ഭയങ്കര പ്രിയം, അമിത ആഹാരം, അല്ലെങ്കിൽ ഈ ഒരുപാട് കൊഴുപ്പ് അത് ഇതൊക്കെ ചേർന്ന ആഹാരമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ആ രീതിയിൽ ഒരുപാട് നെഗറ്റിവിറ്റി കയറി വരും.
ചില വ്യക്തികൾ കാണുന്നവരുടെ അടുത്ത് മറ്റു ആരുടെത്തെങ്കിലും ഇത്തിരി ഉയർച്ചയോ സാമ്പത്തികമോ ഒക്കെ കണ്ടാൽ അപ്പോഴും തന്നെ അസൂയ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. അത് എത്ര നിയന്ത്രിച്ചാലും അവർക്ക് അസൂയ അല്ലെ കുശുമ്പ് എന്നൊക്കെ പറയുന്നതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ചില വ്യക്തികളിൽ അങ്ങനെയായിരിക്കും നെഗറ്റിവിറ്റി കയറ്റി കൊണ്ടുവരുന്നത്. ചില വ്യക്തികൾ ഓവർ സംസാരങ്ങളായിരിക്കും. നിസ്സാര കാര്യത്തിന് വരെ അനാവശ്യമായ വഴക്കും ബഹളങ്ങളും തർക്കങ്ങളും കുത്തുവർത്താനങ്ങളും അങ്ങനെയൊക്കെ ഉള്ള തെറി വാക്കുകളൊക്കെ പറയുന്ന ലെവലിലായിരിക്കും ചിലരെ നെഗറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം ഇവരുടെയൊക്കെ വിചാരം ഇവർ മറ്റു പല മേഖലകളിലും പോസിറ്റീവ് ആകുന്നത് കൊണ്ട് പോസിറ്റീവ് ആകും എന്നാണ് വിചാരം. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു 50% മുകളിൽ നമ്മൾ പോസിറ്റീവ് ആയാലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അകത്തെ ആ പോസിറ്റീവ് ചൈതന്യം, ആ ഓറ നമ്മളിൽ നിന്ന് വികസിച്ച് വരുള്ളൂ. അപ്പൊ ഈ 50% മുകളിലേക്ക് ഒരാളെ പോസിറ്റീവ് ആകാൻ ഈ നെഗറ്റീവ് ശക്തികൾ സമ്മതിക്കില്ല. ഏതെങ്കിലും മേഖലയിൽ അവരെ 50% താഴെ തളച്ചിട്ടുകൊണ്ടേയിരിക്കും. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ദുസ്വഭാവം അല്ലെങ്കിൽ ദുശീലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെഗറ്റിവിറ്റി നമ്മളിൽ മാറാതെ നിന്നാൽ അത് മതി ബാക്കിയുള്ള സകല പോസിറ്റീവിനെയും കൂടെ കെടുത്തിക്കളയാൻ, താഴ്ത്തിക്കളയാൻ ഈ ഒരു അല്പം നെഗറ്റിവിറ്റി നമ്മളിൽ നിന്നാൽ മതി. പക്ഷെ ഈ നെഗറ്റിവിറ്റി നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ വിചാരിക്കും മറ്റുള്ള സകല മേഖലകളിൽ നമ്മൾ കറക്റ്റ് അല്ലേ, നമ്മൾ നോക്കിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രധാന സാധനം നമ്മൾ മിസ്സാക്കി കളയും. പക്ഷെ ഈ പ്രധാന സാധനത്തിലൂടെ ആയിരിക്കും ഇഷ്ടംപോലെ നെഗറ്റിവിറ്റി നമുക്ക് കയറി വരുന്നത്. അപ്പൊ അത് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മാറ്റിയെടുക്കാൻ. അല്ലാതെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ പോസിറ്റീവാണ് എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കത് ഓർമ്മയില്ല. ഏത് മേഖലയാണ് നിങ്ങൾക്ക് നെഗറ്റീവായി നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് യാതൊരു ഓർമ്മയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ധ്യാനത്തിലൂടെ, ഞാൻ പറഞ്ഞു തരുന്ന ആ പ്രാർത്ഥനയിലൂടെ ദൈവം തന്നെ സ്വപ്നത്തിലൂടെയോ അല്ലെ ഏതെങ്കിലും മേഖലയിലൂടെയോ നിങ്ങൾക്കത് മനസ്സിലാക്കി തരും ഏത് വഴിയിലൂടെയാണ് നിങ്ങളിപ്പോൾ നെഗറ്റീവായി നിൽക്കുന്നതെന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ അതിനെ ജയിച്ച് പോസിറ്റീവ് ആകണം. എങ്കിലേ നിങ്ങൾ പോസിറ്റീവായി കയറുള്ളൂ. ഇല്ലെങ്കിൽ ഇത്ര ശതമാനം പോസിറ്റീവാകും, ഏതെങ്കിലും ഒരു നെഗറ്റീവിലൂടെ ഈ പോസിറ്റീവായതെല്ലാം കൂടെ താഴോട്ട് പോകും. അപ്പൊ ഇങ്ങനെ അടിച്ചടിച്ച് കയറേയില്ല, മുന്നോട്ട് വളരെയില്ല, മൊത്തം പോവേയില്ല. ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ നിന്ന് പോകുന്നത് കൊണ്ടാണ് പലർക്കും പോസിറ്റീവ് ആകാൻ കഴിയാത്തത്. അപ്പോൾ ഒരു ലെവലിന് അപ്പുറത്തോട്ട് പോസിറ്റീവ് ആയാലേ നമ്മുടെ ആ ഓറ എന്ന് പറയുന്ന ആ പവർ, ആ എനർജി, ലൈറ്റ് നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരുള്ളൂ. പുറത്തോട്ട് വികസിച്ചാൽ മാത്രമേ നമ്മളെ വീട്ടിലെ ബാക്കി അംഗങ്ങളിൽ വ്യത്യാസങ്ങൾ വരുള്ളൂ. അപ്പൊ അങ്ങനെ വികസിച്ച ഒരു വ്യക്തി നെഗറ്റീവായി നിൽക്കുന്ന ആളെടുത്ത് സംസാരിക്കുകയോ കൂടെ ഇടപെടുകയോ ചെയ്യുമ്പോൾ തന്നെ മറ്റു വ്യക്തിയിൽ ക്രമേണ ആ മാറ്റം വരും. ഇപ്പൊ ഞാനീ പറയുന്ന കാര്യം വെച്ച് ഇന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ആ മാറ്റം ക്രമേണയാണ് വരുന്നത്. ഈ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നത് ഒരു പുക പോലെയാണ്. നമ്മുടെ മുറിക്കുള്ളിൽ ഇപ്പൊ കുന്തിരിക്കോ അല്ല എന്തെങ്കിലും പുകയ്ക്കണ സാധനമായിട്ട് റൂം പുകയ്ക്കുമ്പോൾ അറിയാമല്ലോ, പുക കയറി നല്ല പുക നിറയും. ഇനി ആ പുക പോണതും ഊർന്നാണ് പുക പോണത്. അതേപോലെയാണ് നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും. ഊർന്ന് കയറുന്നു, ഊർന്ന് പോകുന്നു. അപ്പം അതിന് സമയം കൊടുക്കണം. അപ്പൊ നമ്മൾ മാക്സിമം പോസിറ്റിവിറ്റി ഇടപെട്ടുകൊണ്ടിരിക്കും തോറും ആ നെഗറ്റിവിറ്റി ഊർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ പല മേഖലകളിലൂടെയും നമ്മൾ പോസിറ്റിവിറ്റി നമ്മളിലുള്ള നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഇപ്പൊ അതിൽ ഒരു പ്രധാന മേഖലയാണ്, ഏറ്റവും ഒരു പ്രധാന മേഖലയാണ് ഈ കാമം അല്ലെങ്കിൽ ഈ ലൈംഗിക ചിന്തകളും സെക്സും. ഇത് പലരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് ആത്മീയ വളർച്ചയിൽ തടസ്സമുണ്ടാക്കുവോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പോസിറ്റിവിറ്റി കയറി വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കാമവും സെക്സും അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ ദോഷകരം തന്നെയാണ്. പക്ഷെ പല യൂട്യൂബിലൊക്കെ പലരും പറയും ഇതിലൊന്നും അങ്ങനെ കുഴപ്പമില്ല, ഇതിലൊന്നും ഒരു വിഷയമല്ല, പ്രശ്നമില്ല എന്ന് പറയുന്നത്. അങ്ങനെ വിഷയവും പ്രശ്നവും ഇല്ലാത്ത ഒരു മേഖലയും നമ്മുടെ മരണശേഷം നമ്മൾ ആത്മാവ് പോകുന്ന ഒരു മേഖലയുണ്ട്. അത് പോസിറ്റീവ് മേഖലയല്ല, അതും ഒരു മോക്ഷമാണ്. പക്ഷെ പോസിറ്റീവ് ആണെന്ന് ചിന്തിക്കരുത്. ഞാൻ പറയുന്നതും എന്നെ നിയന്ത്രിക്കുന്നതും ആ സൃഷ്ടാവാൻ ദൈവം എന്ന രീതിയിലേക്ക് ഹൈ ലെവലിലേക്ക് നിങ്ങൾക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ലൈംഗികതയും ഈ കാമവും ഒക്കെ നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഇപ്പൊ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, മക്കളെ ജനിപ്പിക്കാൻ വേണ്ടി നമ്മളിൽ ദൈവം അത് അനുവദിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അതിനുശേഷം ഇപ്പൊ കുട്ടികളൊക്കെയായി ഒരു പരുവായി വരുമ്പോൾ നമ്മൾ തന്നെ ഇതിനെ നിയന്ത്രിച്ച് എത്രത്തോളം കുറച്ചുകൊണ്ട് വരുമോ അത്രത്തോളം നമ്മൾ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. എത്രത്തോളം ഇത് കൂടുതൽ വരുമോ അത്രത്തോളം നമ്മൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ബാക്കി എല്ലാ മേഖല ഇപ്പൊ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നു, അമ്പലത്തിൽ പോകുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ നമ്മൾ ഈ സെക്സ് പരമായിട്ടുള്ള അതിൽ നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മാക്സിമം ഈ ലൈംഗിക ബന്ധം കുറച്ച് സമയത്തേക്ക് മാത്രം ഉപയോഗിക്കുക. ഇതിൽ കിടന്ന് ഒരുപാട് കൂടുതൽ എൻജോയ്മെന്റ് ചെയ്യരുത്.
ആ എൻജോയ്മെന്റിലാണ് നമ്മൾ എത്രത്തോളം അതിൽ എൻജോയ് ചെയ്യുവോ, ഈ കാമത്തിൽ അല്ലെങ്കിൽ ഈ ലൈംഗിക ആ സുഖത്തിൽ നമ്മൾ എത്രത്തോളം എൻജോയ്മെന്റ് ചെയ്യുവോ അത്രത്തോളം നമ്മൾ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ വികാരമുള്ള വ്യക്തികൾക്ക് ഭാര്യ ഭർത്താവ് ബന്ധം വെച്ച് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകാം, അത് ചെയ്യണം. അല്ലാതെ ഇതില്ല എന്ന് പറഞ്ഞ് കടിച്ചു പിടിച്ചിരിക്കാനും പാടില്ല. പക്ഷെ ഇതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് ആ ചിന്ത നമ്മൾ മാറ്റിക്കളയണം. അതിന് നിസ്സാര സമയം, ഒരു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ പരിപാടി, ഈ ബന്ധം ആ ലെവലിൽ നിർത്തി നമ്മളെ ഇതിൽ കിടന്ന് ഒരുപാട് എൻജോയ്മെന്റ് ചെയ്യാത്ത ലെവലിൽ കൺട്രോൾ ചെയ്യണം. അങ്ങനെ ചെയ്യാത്ത ഒരു വ്യക്തികൾക്ക് ഒരിക്കലും പോസിറ്റീവിലേക്ക് കയറി വരാൻ കഴിയില്ല. നെഗറ്റീവ് ശക്തികൾ പലരെയും കുടുക്കിയിട്ടിരിക്കുന്ന മറ്റൊരു മേഖലയാണ് ഈ രീതിയിൽ അവരെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കും ഭാര്യ ഭർത്താവ് ബന്ധമല്ലേ, ഭാര്യ ഭർത്താവ് ബന്ധമാണെങ്കിൽ പോലും അതിൽ എത്രത്തോളം നമ്മൾ അതിൽ മുഴുകുമോ, എൻജോയ്മെന്റ് ചെയ്യുമോ അത്രത്തോളം നമ്മൾ നെഗറ്റീവ് ആകും എന്ന സത്യം തിരിച്ചറിയണം. ഇനി മറ്റൊരു മേഖലകളാണ് ചില സിനിമകൾ, വയലന്റ് സിനിമകൾ, വെട്ടും കുത്തും കൊലപാതകമൊക്കെ ഉള്ള സിനിമകൾ. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ എത്രത്തോളം ആസ്വദിക്കുമോ, എത്രത്തോളം കാണുമോ അത്രത്തോളം നമ്മൾ നെഗറ്റിവിറ്റി കയറിക്കൊണ്ടിരിക്കും. ഈ അതേപോലെയുള്ള പല സിനിമകളും, അതായത് നെഗറ്റീവ് സിനിമകൾ, ഇപ്പൊ ഈ സെക്സ് അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള സിനിമകൾ നമ്മൾ തെറ്റാണ്, അത് അവോയ്ഡ് ചെയ്യും. അത് ഓക്കെ, അത് അവോയ്ഡ് ചെയ്യും, തെറ്റാണ്, അത് പൂർണ്ണമായി നമുക്കറിയാം. പക്ഷെ നമ്മൾ സിനിമകളിൽ തന്നെ ഓവറായിട്ട്, അതായത് അറിവോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ആ ഒരു ബോധം തരുന്ന സിനിമകളല്ലാതെ വെറുതെ ഉള്ള ഇത് നമ്മൾ നോക്കിക്കൊണ്ട് ചെയ്യേണ്ടതാണ്. ഇപ്പൊ എനിക്കിത് കറക്റ്റ് പറഞ്ഞുതരാൻ പറ്റില്ല, ഇന്ന സിനിമ തെറ്റ്, ഇന്ന സിനിമ ശരിയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോഴും അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴും തന്നെ ഉള്ളിൽ നമുക്കത് കിട്ടും, അത് ഇത്തിരി വയലന്റ് ആണല്ല, അങ്ങനത്തെ സിനിമകൾ വേണ്ട എന്ന് കിട്ടും, അത് കാണരുത്. ഇനി അടുത്ത നെഗറ്റിവിറ്റി കയറുന്ന ഒരു പ്രധാന ഘടകമാണ് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രധാന ട്രെൻഡ്. ഇത് നെഗറ്റീവ് ശക്തി മനുഷ്യരെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് അവരെ പോസിറ്റീവ് ആവാതെ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ കൂടുതൽ കണ്ടുവരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ മരിച്ച ആത്മാക്കള്, ഈ ദുർശക്തികൾ, ഇങ്ങനെയൊക്കെ ഉള്ള വിഷയത്തെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള ഗവേഷണവും അതേക്കുറിച്ചുള്ള സംസാരങ്ങളും അനുഭവങ്ങളും ഇതൊക്കെയാണ് ഇപ്പൊ എല്ലാവർക്കും ഒരു ട്രെൻഡ്. ഇത് മനുഷ്യരെ ആ മനുഷ്യർ പോലും അറിയാതെ നൈസായിട്ട് പതുക്കെ നെഗറ്റീവിലേക്ക് അവനെ കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി ഈ അസുര ശക്തികൾ ചെയ്യുന്ന മറ്റൊരു ടെക്നിക്കാണ് ആത്മീയത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആൾക്കാരെ കൂടുതൽ കൊണ്ടുപോകുക. ഈ സിനിമ പറയുമ്പോഴും ഇതേപോലെയുള്ള ഈ പ്രേതബാധ, ഇങ്ങനെയുള്ള ശക്തികൾ, അതായത് നെഗറ്റീവായിട്ടുള്ള ശക്തികൾ, ഭയങ്കരമായി വൾഗറായിട്ടുള്ള രൂപങ്ങളൊക്കെ കാണിച്ച് പേടിപ്പിച്ചും ശബ്ദം കൊണ്ട് പേടിപ്പിച്ചും ഒക്കെയുള്ള സിനിമകളെല്ലാം നമ്മളെ നെഗറ്റിവിറ്റി കൂട്ടി കൊണ്ടുവരും. അതേസമയം മാന്യമായ സിനിമകളുണ്ട്, അതായത് ഇതിൽ നിന്ന് ശരിക്കും ഒരു എനർജി, ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ദുരാത്മാവിനെ കുറിച്ച് മാന്യമായ രീതിയിൽ ആ അറിവ് തരാനുള്ള സിനിമകളുണ്ട്. ഇല്ലാത്ത കാര്യത്തെ ബൂസ്റ്റ് ചെയ്ത് വെറുതെ സമയം വലിച്ചഴിച്ച് നമ്മളിട്ട് ഞെട്ടിപ്പിച്ചും നമ്മളെ അതിൽ ടെൻഷൻ അടിപ്പിച്ചും കൊണ്ടുപോകുന്ന സിനിമകളുണ്ട്. ഇത് ടെൻഷൻ അടിപ്പിക്കുകയും നമ്മളെ അനാവശ്യമായി ഞെട്ടിപ്പിക്കുകയൊക്കെ ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടി സിനിമ എടുക്കുന്ന ചില സിനിമകളുണ്ട്. അതെല്ലാം അവോയ്ഡ് ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ നെഗറ്റിവിറ്റി കൂട്ടും. അപ്പൊ അവോയ്ഡ് ചെയ്താൽ അത്രയും നല്ലത്, മാക്സിമം കുറച്ചാൽ അത്രയും നല്ലത്. അളവൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഒട്ടുമേ കാണാതിരുന്നാൽ അത്രയും നല്ലത്, നിയന്ത്രണം വെച്ച് കണ്ടാൽ അത്രയും നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഓരോ രീതിയിൽ അത് നിങ്ങൾ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. യൂട്യൂബിലും അതിലൂടെയൊക്കെ കണ്ടുവരുന്ന ഈ പ്രേത അനുഭവങ്ങളും ഇങ്ങനെയുള്ള മരിച്ച ആത്മാക്കളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ, ആ ആത്മാവിന്റെ അലഞ്ഞു തിരിയെ മറ്റേ മറിച്ചെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ദൈവം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് എന്റെ ഇതിലൂടെ ബൂസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം അത്യാവശ്യം അറിവ് നൽകി കഴിഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ അറിവ് വേണമെങ്കിൽ അത് ആ സമയം ഞാൻ തരും. പക്ഷെ ഇതിൽ കിടന്ന് ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചും അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഉണ്ടാക്കിയൊക്കെ ആൾക്കാരെ പിടിച്ചിരുത്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കഥ മെനഞ്ഞ് പറച്ചിൽ, ഇതെല്ലാം നെഗറ്റിവിറ്റിയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള മേഖലയെ കുറിച്ച് നമ്മൾ അറിവുകൾ സമ്പാദിക്കണം. ഇപ്പം ആത്മീയ കാര്യത്തെക്കുറിച്ച്, ഇങ്ങനെ കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഓക്കെ, കഴിഞ്ഞു. ഇനി അതിൽ കിടന്ന് എൻജോയ്മെന്റ് ചെയ്ത് നമ്മളെ മനസ്സിനെ അങ്ങനെ കൊണ്ടുപോകുന്നതേ ഒരു നെഗറ്റീവ് ശക്തികളാണ്, അസുര ശക്തികളാണ്. അങ്ങനെ അവർ പോലും അറിയാതെ അവർ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ പല പല മേഖലയിലൂടെ നമ്മൾ പോലും അറിയാതെ നമ്മൾ നെഗറ്റീവ് ആകുന്നുണ്ട്. പിന്നെ സ്ഥിരമായി കണ്ടുവരുന്നതാണ് ഈ യൂട്യൂബിലും അല്ലെങ്കിൽ വാർത്താ ചാനലിലൊക്കെ തർക്കവും അടിയും വഴക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വിരട്ടും ഉടക്കും, അറിയാമല്ലോ, വഴക്കും ബഹളവും. ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്നത് നമ്മളിലുള്ള നെഗറ്റിവിറ്റി കൂട്ടിക്കൊണ്ടിരിക്കും. കാരണം നെഗറ്റീവ് ആയിട്ട് വെച്ചിരിക്കുന്ന മേഖലകളിലൂടെയുള്ള എൻജോയ്മെന്റുകൾ, ആസ്വാദനങ്ങൾ,
അതിലോട്ട് നമ്മുടെ മനസ്സ് കൂടുതൽ പോകുന്നതെല്ലാം നമ്മളിലുള്ള നെഗറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന പോലെ ഈ പോസിറ്റീവ് ശക്തിയുടെ ഓറ വളരെ കുറവായിരിക്കും, വളരില്ല. നമ്മൾ വിചാരിക്കുന്ന ചില മേഖലകളിൽ നമ്മൾ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം, പക്ഷെ ഇങ്ങനെയുള്ള മേഖലയിലൂടെ എത്രത്തോളം സമയം നമ്മൾ കളയുന്നു അതനുസരിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം കൂടി തിരിച്ചറിയണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തത്.